ഹായ്, നമസ്കാരം. പ്രതിച്ഛായ പടം കണ്ടു. ഈ പടത്തെ കുറിച്ചിട്ട് നമുക്ക് സംസാരിക്കാം. അതിനു മുമ്പ് നമ്മുടെ നിവിൻ പോളി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു നടനാണ്. എനിക്ക് മാത്രമല്ല, ഒരുപാട് ആളുകൾക്ക് നിവിനെ വലിയ കാര്യമാണ്. ഒരുപാട് ആളുകൾക്ക് വല്ലാത്തൊരു ഇഷ്ടം പുള്ളിയോട് ഉണ്ട്. ഈ നിവിനെ കുറിച്ച് ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ ഒന്ന് സംസാരിച്ചതിന് ശേഷം മറ്റ് കാര്യങ്ങളിലേക്ക് കിടക്കാം. അതായത് പേഴ്സണലി എനിക്ക് ആസ് എ പ്രേക്ഷകൻ എനിക്ക് തോന്നിയിട്ടുള്ള ചില കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. എല്ലാ ആളുകൾക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ഇഫ് ഐ എം റോങ്, പ്ലീസ് കറക്റ്റ് മീ. ഈ നിവിൻ പോളിക്ക് വൃത്തികെട്ട സമയമായിരുന്നു സർവമായക്ക് മുമ്പ്. ഇറങ്ങുന്ന പടങ്ങളൊക്കെ പപ്പടം പൊട്ടണ പോലെ പൊട്ടുന്നൊരു വൃത്തികെട്ട അവസ്ഥ. പുള്ളിയെ ഇഷ്ടപ്പെടുന്ന ന്യൂട്രൽ ഓഡിയൻസ് ആയിക്കോട്ടെ, പുള്ളിയുടെ കട്ട ഫാൻസ് ആയിക്കോട്ടെ, വല്ലാത്ത നിരാശയിലൂടെ കടന്നുപോയൊരു കാലം. പുള്ളിയുടെ ഒരു നല്ല കംബാക്കിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരുന്ന ഒരു കാലം. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് സർവമായ വരുന്നത്. ഫസ്റ്റ് ദിവസം തന്നെ നല്ല ബുക്കിംഗ് ഉണ്ടായിരുന്നു, ഹൗസ്ഫുൾ ആയിരുന്നു സർവമായക്ക്. ആ ഫസ്റ്റ് ഡേ കഴിഞ്ഞിട്ട് സർവമായയുടെ അവസ്ഥ എന്തായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് അറിയാം. ഗംഭീര ഹിറ്റിലേക്ക് പോയി. ആളുകൾ റിപ്പീറ്റഡ് ആയിട്ട് ആ സിനിമ കാണുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായിരുന്നു. ഗംഭീര കംബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗംഭീര കംബാക്ക്. അത് പുള്ളിയുടെ സോണാണ്, പുള്ളിയുടെ തട്ടകമാണത്. ആ തട്ടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതുവരെ യങ്സ്റ്റേഴ്സിന്റെ ഇടയിൽ പുള്ളിയെ താണ്ടാൻ വേറെ ആർക്കും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കറന്റ്ലി പുള്ളിയുടെ തട്ടകം അത്. അതേപോലെയുള്ള പടങ്ങളും കൊണ്ട് പുള്ളി വന്നുകൊണ്ടേ ഇരുന്നു കഴിഞ്ഞാൽ ഇനിയും ആളുകൾ പോവും, കാണും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, സർവം മായ എന്ന് പറയുന്നത് അങ്ങനെ ഒരു ജോണർ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു നിവിനെ കാണാനാണ് ഇവിടെയുള്ള ഭൂരിഭാഗം വരുന്ന ആളുകളും ഇഷ്ടപ്പെടുന്നത്. ഇപ്പൊ സർവം മായക്ക് തന്നെ എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരും പോയിട്ടുണ്ട്. വയസ്സായ ആൾക്കാരും ഫാമിലി ആയിട്ടും അല്ലാതെ ഒക്കെ പോയി കണ്ടിട്ടുണ്ട് നിവിനെ അങ്ങനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ. അതിനുശേഷം ബേബി ഗേൾ എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങി. അത് എന്തായി എന്നുള്ളത് ഞാൻ പറയണ്ടല്ലോ, അതും ഒരു തീരുമാനമായി. എനിക്ക് വർക്കായ ഒരു സിനിമയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പടമാണ്. പക്ഷെ ഫസ്റ്റ് ദിവസം ഒന്നും അതിന് ആളില്ല. ഇപ്പോ ഈ പ്രതിച്ഛായയുടെ കാര്യം പറയുകയാണെങ്കിലും തീരെ ബുക്കിംഗ് ഉണ്ടായിരുന്നില്ല. ഓണസ്റ്റ്ലി പറയാലോ, തീരെ ബുക്കിംഗ് ഉണ്ടായിരുന്നില്ല. ഇനി എന്താ അവസ്ഥ എന്നുള്ളത് എനിക്ക് അറിയില്ല. ബട്ട് ഫസ്റ്റ് ഡേ ഒന്നും തീരെ ആളില്ലാത്ത, അല്ലെങ്കിൽ ബുക്കിംഗ് ഇല്ലാത്ത, ബുക്ക് മൈ ഷോക്ക് എടുത്ത് തീരെ ഇല്ലാത്തൊരു അവസ്ഥയാണ്. അപ്പോ ഈ നിവിന്റെ ഭാഗത്തുനിന്ന് നിവിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാര് ഈ നിവിന്റെ സോൺ, അല്ലെങ്കിൽ നിവിന്റെ ഒരു കംഫർട്ട് സോൺ, നിവിന്റെ കുറെ അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടല്ലോ, അതല്ലാത്ത കൈൻഡ് ഓഫ് ജോണറുകളോട് ആളുകൾ താല്പര്യം കാണിക്കുന്നില്ലേ എന്നുള്ളൊരു ഡൗട്ട് എനിക്ക് ആക്ച്വലി ഉണ്ട്. പുള്ളി അപ്പൊ ഈ ഈ ഓഡിയൻസ് ഉണ്ടല്ലോ, പുള്ളി ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടല്ലോ, പുള്ളിനെ ആസ് ആൻ ആക്ടർ എന്നുള്ളതിനെക്കാട്ടിലും ഉപരി, യെസ് ഓഫ് കോഴ്സ് പുള്ളി നല്ല നടനാണ്, അല്ലെന്നല്ല. പക്ഷെ പുള്ളിനെ ആളുകളെ ആസ് ആൻ ആക്ടർ എന്നുള്ളതിനെക്കാട്ടിലും ഉപരി നമ്മുടെ ചെക്കൻ, നമ്മുടെ നമ്മുടെ ഒരു പയ്യനാണ് എന്നുള്ള രീതിയിലാണ് കാണുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്ന കാര്യം. അങ്ങനെ നമ്മുടെ തെക്കൻ ചെയ്യുന്ന പോലെ നമ്മുടെ ആ മൂഡിലുള്ള ആ വൈബിലുള്ള പടം എന്റെ മോൻ ചെയ്യുന്നത് കാണാനാണ് എനിക്ക് ഇഷ്ടം. അല്ലെങ്കിൽ അങ്ങനെയുള്ള പടങ്ങൾ എന്റെ മുത്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വന്ന് കാണാം എന്നുള്ളൊരു മൂഡാണ് ആളുകൾക്കുള്ളതെന്നൊരു ഡൗട്ട്. ഞാൻ കുറ്റായിട്ട് പറയണതല്ല കേട്ടാ, കുറ്റായിട്ട് പറയണതല്ല. അതൊരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ പോസിറ്റീവായിട്ടും കൂടി ഞാൻ പറയുന്നതാണ്. നിവിനെ ഞാൻ പറഞ്ഞില്ലേ, ആക്ടർ എന്നുള്ളതിനെക്കാട്ടിലും ഒരു നമ്മുടെ വഴി എന്നുള്ള രീതിയിലാണ് കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ ആ സോണിലുള്ള പടങ്ങൾ കൂടുതൽ ചെയ്യുമ്പോഴാണ് ആളുകൾ കൂടുതൽ അങ്ങോട്ട് തട്ടിക്കയറുന്നതെന്നാണ് എനിക്ക് തോന്നണത്. അത് പുള്ളി മോശമായത് കൊണ്ടൊന്നുമല്ല. ഇപ്പോ എന്താണ്, അല്ലാത്ത ജോണറിലുള്ള പടങ്ങൾ പുള്ളിക്കാരൻ ചെയ്യുന്ന സമയത്ത്, പ്രതിച്ഛായ പോലെയുള്ള സിനിമകൾ ചെയ്യുമ്പോൾ ഫസ്റ്റ് ദിവസം വലിയ ക്രൗഡൊന്നും ഞാൻ പോയോടത്തുണ്ടായിരുന്നില്ല. വേറുള്ളടത്തുണ്ടോ എന്ന് എനിക്കറിയില്ല. ബുക്ക് മൈ ഷോയിൽ എന്തായാലും കമ്മിയാണ് ബുക്കിംഗ് റേറ്റും കാര്യങ്ങളൊക്കെ. അപ്പോ മറ്റു ജോണറിൽ വരുന്ന പടങ്ങളൊക്കെ റിവ്യൂസ് കണ്ട് നല്ല അഭിപ്രായം ഉണ്ടെന്നുണ്ടെങ്കിൽ പോയി കാണാം എന്നുള്ളൊരു തീരുമാനത്തിലാണ് പല ആൾക്കാരും ഇരിക്കുന്നത് തോന്നുന്നു. അതായത് നിവിന്റെ കേസാണ് ഞാൻ പറയണേ. മറ്റത് നോ പ്രോബ്ലം, എന്താ ഷുവർ ഷോട്ടാണ്. ഫസ്റ്റ് ഡേ തന്നെ ആൾക്കാർ കയറും. പുള്ളിയുടെ തട്ടകത്തിൽ ഇറങ്ങുന്ന പടങ്ങളൊക്കെ ഷുവർ ഷോട്ട് ആൾക്കാർ കയറി കാണും. അല്ലാത്ത ജോണറിൽ വരുന്ന പടങ്ങൾക്കൊക്കെ റിവ്യൂ കണ്ടു പോകുക എന്നുള്ള മൂഡിലാണ് ആക്ച്വലി ആൾക്കാർ ഇരിക്കുന്നത്. അപ്പോ ഞാൻ ആഗ്രഹിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അല്ലെങ്കിൽ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവന് ഇഷ്ടമുള്ള ഒരാൾ എന്നുള്ള രീതിയിൽ ഞാൻ ആഗ്രഹിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓഫ് കോഴ്സ് ഡിഫറെന്റ് ജോണറിലുള്ള പടങ്ങൾ വരണം. ആസ് ആൻ ആക്ടർ ഡിഫറെന്റ് ജോണറിലുള്ള പടങ്ങൾ ചെയ്തേ പറ്റൂ. കാരണം കയറി 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 വരണല്ലോ. അപ്പോൾ അങ്ങനെ ഡിഫറെന്റ് ജോണറിലുള്ള പടങ്ങള് എന്താ പറയുക, നല്ല കിടലൻ സ്ക്രിപ്റ്റ് നോക്കി ചൂസ് ചെയ്തിട്ട് വരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എല്ലാ തരത്തിലുള്ള ഓഡിയൻസിനെ ആകർഷിക്കാൻ വേണ്ടിയിട്ട്
ഉള്ളൊരു സാഹചര്യം ഉണ്ടാവട്ടെ. അങ്ങനെ ഭാവിയിൽ എല്ലാ ജോണറിനും ആളുകൾ ഫസ്റ്റ് ഡേ കയറുന്ന സാഹചര്യം ഉണ്ടാവട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായിട്ട് ഞാൻ എന്താണ് പറയുക, ആഗ്രഹിക്കുകയാണ്, ആശംസിക്കുകയാണ്. ഓക്കെ, ഇനിയിപ്പോ എന്തായാലും നിവിന്റെ വരാൻ കിടക്കുന്ന സിനിമകൾ എന്ന് പറയുന്നത്, നിവിന്റെ ഇന്റർവ്യൂ തന്നെ നിവിൻ പറയുന്നുണ്ട്, ഇനി കുറച്ച് അങ്ങോട്ട് ഡിഫറെന്റ് പരിപാടികൾ പിടിക്കുന്നില്ല, കോമഡി ആളുകൾക്ക് ഇഷ്ടമുള്ള തരത്തിലുള്ള പരിപാടികൾ തന്നെയാണ് പിടിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് സർവ്വമായിട്ട് ടൈമിൽ മുമ്പിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് വരാൻ വേണ്ടി പോകുന്ന പടങ്ങൾ മൊത്തം അങ്ങനത്തെ തട്ടകത്തിലുള്ള പടങ്ങളാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ ഏതായാലും അത് വരട്ടെ. അതിന്റെ ഇടയിൽ കുറച്ചൊന്ന് ഗ്യാപ്പിട്ട് അടുത്ത ജോണറിലുള്ള വരുന്ന പടങ്ങൾ പിടിച്ചാൽ മതി എന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. ഇത് പറഞ്ഞതിന്റെ അർത്ഥം ഇപ്പൊ ഈ പ്രതിച്ഛായ എന്ന് പറയുന്ന സിനിമ തല്ലിപ്പൊളി പടമാണ്, കൂറകടി പടമാണ്, മൂപ്പരുടെ റോങ് ചോയ്സ് ആണ് എന്നൊന്നും അല്ലാട്ടാ. ഞാൻ നിവിന്റെ കേസ്, അല്ലെങ്കിൽ നിവിന്റെ ഒരു സെറ്റ് ഓഫ് ഓഡിയൻസ്, അല്ലെങ്കിൽ നിവിന്റെ ആളുകൾ കാണാൻ ആഗ്രഹിക്കുന്ന ആ സിനിമകളുടെ ഒരു പൾസ് മനസ്സിലാക്കിയിട്ട് ഞാൻ ജസ്റ്റ് ആ ഒരു ടോപ്പിക് സംസാരിച്ചു, ആ ഒരു കണ്ടന്റ് സംസാരിച്ചു എന്ന് മാത്രം. ഇപ്പൊ സർവം മായികയുടെ തൊട്ട് മുമ്പ് ഇറങ്ങിയ ഇപ്പൊ സാറ്റർഡേ നൈറ്റ്സ് ഒക്കെ ആയിക്കോട്ടെ, അതും ഈ കോമഡി ജോണറിൽ വന്ന സാധനങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ ഒരു അങ്ങനെയുള്ള ഒരു ജസ്റ്റ് കോമഡി പടങ്ങളല്ല ആൾക്കാർ നിവിന്റെ കാണാൻ ഇഷ്ടപ്പെടുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് പക്ക ഒരു നോട്ടി ബോയ്, അല്ലെങ്കിൽ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന, അല്ലെങ്കിൽ അങ്ങനെ ഇപ്പോ ഈ സർവമായിൽ കണ്ട പോലെ തന്നെ അല്ലേ, ഈ എന്താണ് അല്ലെ ആ ഒരു കോമ്പിനേഷൻ, അല്ലെങ്കിൽ ആ ഒരു കംപ്ലീറ്റ്ലി ഫാമിലി അട്രാക്ട് ചെയ്യുന്ന കൈൻഡ് ഓഫ്, അല്ലെങ്കിൽ പുള്ളിയുടെ ഓഡിയൻസ് എന്ന് പറയുന്ന അതാണ്. അങ്ങനെയുള്ള ഒരു വമ്പൻ സെറ്റ് ഓഫ് ഓഡിയൻസ് പുള്ളിക്ക് ഉണ്ട്. ഭൂരിഭാഗം വരുന്ന ഓഡിയൻസ് പുള്ളിയുടെ അങ്ങനത്തെയാ. അപ്പോ എന്താണ് സർവമായ കൈൻഡ് ഓഫ്, ഇപ്പൊ ഈ തട്ടത്തിമറയത്ത് ഇറങ്ങിയപ്പോ പോലും എന്റെ അമ്മമ്മയ്ക്ക് വരെ ആ പടം ഇഷ്ടപ്പെട്ടു. സീരിയസ്ലി, പ്രേമം എന്റെ അമ്മമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട പടമാണ്. അമ്മമ്മയ്ക്ക് ആ പ്രായത്തില് അവൻ നിവിനെ ഇഷ്ടമാണ്. ആ ഒരു കൈൻഡ് ഓഫ് പരിപാടി, അങ്ങനെയുള്ള ലൈക്ക് കൈൻഡ് ഓഫ് നിവിനെ കാണാനാണ് കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരിക്കലും കുറ്റം പറയുന്നല്ലേട്ടാ, ഒരിക്കലും കുറ്റം പറയണതല്ല, ഞാൻ ഒരിക്കലും കുറ്റം പറയണതല്ല, നെഗറ്റീവായിട്ട് പറയണതല്ല. പക്ഷെ ഇത് ഞാൻ മനസ്സിലാക്കി, എൻ്റെ ഒരു മനസ്സിലാക്കി ശരിയാണെങ്കിൽ എന്താ പറയുക, നിങ്ങൾ പറയൂ, തെറ്റാണെങ്കിൽ നിങ്ങൾ തിരുത്തും. എന്റെ മനസ്സിലാക്കൽ ഇങ്ങനെയാണ് പുള്ളിയുടെ പടങ്ങളെ ആൾക്കാർ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു, എത്തരത്തിലുള്ള ഓഡിയൻസ് ആണ് പുള്ളിക്കുള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നതിനനുസരിച്ചിട്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ഇനി പ്രതിച്ഛായയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, നിവിന്റെ കേസ് വിട്ട് നിവിന്റെ അതവിടെ വേറെ കണ്ടന്റ് ആയിട്ട് ഞാൻ സംസാരിച്ചാണ്, അതവിടെ ഇരിക്കട്ടെ. പ്രതിച്ഛായയിലേക്ക് വരാം. ബി ഉണ്ണികൃഷ്ണ സംവിധാനം ചെയ്ത് നിവിൻ പോളി പ്രധാന വേഷത്തിൽ വരുന്ന, വരേന്ദ്ര മേനോനൊക്കെ അഭിനയിക്കുന്ന പടം. പേഴ്സണലി എനിക്ക് പൊളിറ്റിക്കൽ ജോണറിൽ വരുന്ന സിനിമകൾ ഭയങ്കര താല്പര്യമാണ്. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരു ജോണറാണ്. കാര്യം ഈ പൊളിറ്റിക്കൽ ജോണറിൽ വരുന്ന സിനിമകളുടെ സ്ക്രിപ്റ്റ് കിടലൻ സ്ക്രിപ്റ്റ് ആണെങ്കിൽ, നല്ല ഡെപ്ത് ഉള്ള സ്ക്രിപ്റ്റ് ആണെങ്കിൽ, അതുപോലെ തന്നെ അതിലുള്ള കഥാപാത്രങ്ങളെ നല്ല ഡെപ്തോട് കൂടി നല്ല സ്ട്രോങ് ആയിട്ട് എഴുതി അവതരിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ ഈ പൊളിറ്റിക്കൽ ജോണർ കണ്ടിരിക്കാൻ നല്ല രസമായിരിക്കും, നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. സോ എന്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ജോണറാണ് പൊളിറ്റിക്കൽ ജോണർ എന്ന് പറയുന്നത്. പൊളിറ്റിക്കൽ ഡ്രാമ ആയിക്കോട്ടെ, ത്രില്ലർ ആയിക്കോട്ടെ, നല്ല സ്ക്രിപ്റ്റും നല്ല പരിപാടി നല്ല സംഗതിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പൊളി വൈബായിരിക്കും കണ്ടിരിക്കാൻ. അത്തരത്തിലുള്ള ഒരുപാട് പൊളിറ്റിക്കൽ ജോണേഴ്സിലുള്ള സിനിമകൾ നമ്മൾ മുമ്പ് ആക്ച്വലി കണ്ടിട്ടുള്ളതാണ്. അപ്പൊ എനിക്ക് ഇഷ്ടമാണ് ഇത്തരത്തിലുള്ള ജോണറിൽ വരുന്ന സിനിമകൾ. അപ്പോൾ എന്റെ എക്സ്പെക്ടേഷന്റെ പ്രശ്നമാണോ എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ എന്തായാലും ഭയങ്കര പ്രതീക്ഷ വെച്ചിട്ടൊന്നുമല്ല പ്രതിച്ഛായ കാണാൻ വേണ്ടിയിട്ട് പോയത്. പ്രതീക്ഷയെക്കാട്ടും ഉപരി ആഗ്രഹം ആക്ച്വലി ഉണ്ടായിരുന്നു ഇത് ഭയങ്കര എൻഗേജിങ് ആയിട്ട്, ലൈക്ക് പൊളിറ്റിക്കൽ ജോണറിൽ വരുന്നതിൻ്റെതായിട്ടുള്ള ലെവലിൽ ആസ്വദിക്കാൻ വേണ്ടി പറ്റണം എന്നുള്ള രീതിയിലുള്ളൊരു ആ ഒരു ആഗ്രഹം ആക്ച്വലി ഉണ്ടായിരുന്നു. എന്നെ ബോറടിപ്പിച്ചു എന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ എനിക്കൊരു ആവറേജ് അനുഭവമാണ് കിട്ടിയത്. മോശം നല്ലാട്ടാ, തല്ലിപ്പൊളി എന്ന് പറയില്ല. തല്ലിപ്പൊളി എന്ന് പറഞ്ഞാൽ വളരെ നോണയായി പോവും, അല്ലെങ്കിൽ ബോറടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നോണയായി പോവും. എന്റെ കാര്യത്തിൽ 2.5 മണിക്കൂറോളം 2.75 മണിക്കൂറോളം ഈ പടം ആക്ച്വലി ഉണ്ട്. എന്നെ ബോറടിപ്പിച്ചിട്ടൊന്നുമില്ല, ഞാൻ കണ്ടിരുന്നു. പക്ഷെ ഇവിടെ വിഷയമായിട്ട് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജസ്റ്റ് കണ്ടിരിക്കാവുന്ന ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള മൂവി ആയിട്ട് മാത്രം മാറിപ്പോയി എന്നുള്ള കാര്യത്തിൽ സങ്കടമുണ്ട്. സീരിയസ്ലി, അത് പടം മൊത്തത്തിൽ മോശം തല്ലിപ്പൊളി എന്നുള്ള രീതിയിൽ അങ്ങനെയല്ല. പക്ഷെ ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു പൊളിറ്റിക്കൽ ജോണറിലുള്ളൊരു സിനിമ. അത് നല്ല മൊത്തത്തിലൊരു ഭീകരമായ ഒരു എൻഗേജിംഗ് ആയിട്ട്, ഭീകരമായിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ലെവലിലേക്ക് പോകുന്ന ഒരു സംഗതി ആയിരിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലേക്ക് ആസ് എ പ്രേക്ഷകൻ എൻ്റെ ഒരു ആഗ്രഹത്തിനനുസരിച്ചിട്ട് മീറ്റ് ചെയ്യാത്തതുകൊണ്ട്, സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, നമുക്ക് ആഗ്രഹിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. അപ്പൊ ആ വ്യക്തിപരമായിട്ടുള്ള ആസ് എ പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ ഞാൻ ആഗ്രഹിച്ചതിനനുസരിച്ചിട്ട് അത് മീറ്റ് ചെയ്തില്ല എന്നൊരു കാര്യം കൊണ്ട് മാത്രം ഒരു ചെറിയ സങ്കടം, അത്രയേ ഉള്ളൂ. പക്ഷെ കണ്ടിരുന്നു, ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള, സുഖമായിട്ട് കണ്ടിരിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു വൺ ടൈം പരിപാടി. അതായത് ഭയങ്കര
അതായത് ഭയങ്കരമായിട്ട് കോരിത്തെരിപ്പിക്കുന്ന, അല്ലെങ്കിൽ എഡ്ജ് ഓഫ് ദ സീറ്റ്, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ജോണറിൽ പെടുന്ന ഒരു ഭയങ്കര ആയും തോന്നിക്കണം അങ്ങനെയുള്ള ഒരു സാധനമല്ല. പക്ഷെ നീറ്റ് സാധനമായിരുന്നു. മറ്റുള്ള പരിപാടിയൊക്കെ നൈസായിരുന്നു. അതായത് മറ്റേ നമ്മുടെ മുൻ മുഖ്യമന്ത്രിയുടെ ഒരു അലിഗേഷനും കാര്യങ്ങളൊക്കെ ആക്ച്വലി ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ ഇതിൻ്റെ അകത്ത് ആക്ച്വലി കാണിച്ചിട്ടുണ്ട്. ബാലചന്ദ്രൻ ബാലചന്ദ്ര മേനോൻ സാർ, എനിക്ക് സി ഇത് പറയുമ്പോ നീ മറ്റേ പാർട്ടിയല്ലേ ഈ പാർട്ടിയല്ലേ മറ്റേ കൊണയല്ലേ എന്ന് പറഞ്ഞുകൊണ്ടൊന്നും വരരുത്. എന്നെ സംബന്ധിച്ചിടത്തോളം സിനിമയെ വിലയിരുത്തുന്ന സമയത്ത് ഞാൻ വെറും ഒരു ആസ്വാദകനാണ്, ഒരു പ്രേക്ഷകനായിട്ട് സിനിമ കണ്ട് ഇറങ്ങി വരുന്ന ഒരാളാണ്. ഇതിന്റെ ഇടയിൽ കൂടെ പൊളിറ്റിക്സും അല്ലെങ്കിൽ ഇങ്ങനെ നോക്കുന്ന ആളൊന്നും അല്ല കേട്ടോ. അതുകൊണ്ട് അങ്ങനെ ഒന്നും ജഡ്ജ് ചെയ്യാൻ വേണ്ടി നോക്കണ്ട. എനിക്ക് വ്യക്തിപരമായിട്ടുള്ള രാഷ്ട്രീയമുണ്ട്, പക്ഷെ സിനിമ എന്നുള്ള രീതിയിൽ മാത്രമേ ഏത് സിനിമയും ഞാൻ കണ്ടിട്ടുള്ളൂ. അങ്ങനെ കാണാൻ തന്നെയാണ് താല്പര്യം. ഇതിൻ്റെ അകത്ത് ബാലേന്ദ്ര മേനോൻ ചെയ്തിട്ടുള്ള ക്യാരക്ടർ അടിപൊളിയായിരുന്നു. പുള്ളി നന്നായി ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇമോഷണൽ രംഗങ്ങളൊക്കെ പുള്ളി ചെയ്യുമ്പോൾ എനിക്ക് ഈ സിനിമയ്ക്കകത്ത് നിവിൻ പോളിയെ ഇഷ്ടപ്പെട്ടു ഇല്ല എന്നല്ല, പക്ഷെ നിവിന്റെ മേളില് എനിക്ക് ഇഷ്ടപ്പെട്ടത് ബാലേന്ദ്ര മേനോൻ സാറിനെയാണ്. കാരണം ഗംഭീര പ്രകടനം, ഇമോഷണൽ സീൻസിലൊക്കെ കിടും. മറ്റേ കൊച്ചു വന്നിട്ട് എന്താണ് പറയാ, എനിക്ക് അപ്പൂപ്പന്റെ കൂടെ വരണ്ട അല്ലെങ്കിൽ കിടക്കണ്ട എന്നുള്ള രീതിയിൽ പുള്ളിക്കാരി പറയും. അത് പറയുന്ന സമയത്ത് ഈ ബാലേന്ദ്ര മേനോന്റെ ഒരു പെർഫോമൻസ് ഉണ്ട്. അത് കാണുമ്പോൾ നമുക്കും ഭയങ്കരമായിട്ടൊരു വിഷമവും സങ്കടവും ഒക്കെ ആക്ച്വലി തോന്നും. കാര്യം അത് എന്നൊരു റിയൽ സംഗതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു അലിഗേഷൻ ആണല്ലോ ഈ സിനിമയിലേക്ക് ചൂണ്ടിയിരിക്കുന്നത്. അപ്പം നമ്മുടെ മൈൻഡിലേക്ക് അതും കൂടിയും ചെറുതായിട്ട് അങ്ങോട്ട് കയറി വരികയാണ്. മനസ്സിലായില്ല? അപ്പൊ അതും കൂടി എക്സാക്ട്ലി അങ്ങനെ തന്നെ കഥ മൊത്തം റിയൽ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷെ ആ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ, ആ ഒരു ഇമോഷണൽ സീനിൽ എന്താ പറയാ, നമുക്ക് തോന്നിപ്പോവും അതൊരു ആ ഒരു മുഖ്യമന്ത്രിക്ക് അങ്ങനെ ഒരു അലിഗേഷൻ നേരിടേണ്ടി ആക്ച്വലി വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത് ആ ഒരു സംഗതി ആയതുകൊണ്ട് ആ ഒരു ബാലേന്ദ്ര മേനോൻ സാറിന്റെ ആ ഒരു പ്രകടനവും കുറച്ചും കൂടിയും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് വന്നു. എനിക്ക് ആ ഇമോഷൻ പുള്ളി പ്രകടിപ്പിക്കുന്നതൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ ഏരിയ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് ഈ പറഞ്ഞ നിവിൻ പോളി ബാലേന്ദ്ര മേനോൻ സാറും തമ്മിലുള്ള കോമ്പിനേഷനൊക്കെ നൈസായിരുന്നു. ഭയങ്കരമായിട്ട് എനിക്ക് അത് ഈ അച്ഛൻ മകൻ സാധനം ഉണ്ടല്ലോ, അതെനിക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റി, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് അത് കണക്റ്റായി. അത് എത്ര ആൾക്കാർക്ക് ഉണ്ടാവും എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് പേഴ്സണലി, ഓരോരുത്തർക്ക് ഓരോ പോലെയാണല്ലോ ഓരോന്ന് കണക്ട് ആവുക. എനിക്ക് പേഴ്സണലി ആ ഒരു അച്ഛൻ മകൻ സാധനം ഭയങ്കരമായിട്ട് കണക്റ്റായി. അപ്പൊ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഓവറോൾ എനിക്കിതൊരു ആവറേജ് സ്ക്രിപ്റ്റ് ആയിട്ടാണ് തോന്നിയത്. പ്രതിച്ഛായ എന്ന് പറയുന്ന സിനിമ ഒരു ആവറേജ് സ്ക്രിപ്റ്റ് ആയിട്ടാണ് ആക്ച്വലി തോന്നിയത്. ഓവറോൾ ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ടാണ് തോന്നിയത്. എന്റെ എക്സ്പെക്ടേഷൻ അനുസരിച്ച് ഭയങ്കരമായിട്ട് ഉയരാത്ത ഒരു ജസ്റ്റ് വൺ ടൈം വാച്ചബിൾ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ക്യാരക്ടർ വൈസ് എനിക്ക് ബാലേന്ദ്ര മേനോൻ സാറിന്റെ ക്യാരക്ടർ ആയിക്കോട്ടെ, അത് അദ്ദേഹത്തിന്റെ പ്രകടനം ആയിക്കോട്ടെ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഏറ്റവും കൂടുതൽ പുള്ളിയുടെ പ്രകടനവും പുള്ളിയാണ് എനിക്ക് ഇതിന്റെ അകത്ത് ഇഷ്ടപ്പെട്ടത്. പിന്നെ ഇതിന്റെ അകത്ത് ഈ നെഗറ്റീവായിട്ട് തോന്നിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നിഷാന്ത് സാഗറും, അല്ലെങ്കിൽ പല സാഹചര്യത്തിലും പുള്ളി മാത്രമല്ല പല ടീംസും എന്താ പറയാ, പെട്ടെന്ന് ഇത് വരുന്നില്ല, എനിക്കെന്തോ ഒരു ഡയലോഗ് ഡെലിവറി ഒരു സീരിയൽ ലെവൽ, അല്ലെങ്കിൽ ഒരു 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 ചില സാഹചര്യത്തിൽ, എല്ലാപ്പോഴും അല്ല പറയുന്നത്, ചില സാഹചര്യത്തിൽ ചില ഡയലോഗ്സ് പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് തോന്നുന്നില്ല. അത് അവർ നാച്ചുറലായിട്ട് അഭിനയിക്കാൻ അറിയാത്തതുകൊണ്ടൊന്നുമല്ല, മനസ്സിലായ, നാച്ചുറലായിട്ട് അഭിനയിക്കാൻ അറിയാത്തതുകൊണ്ടൊന്നുമല്ല. പക്ഷെ എന്തോ ഈ ഒരു സിനിമയ്ക്കകത്ത് നന്നായിട്ട് അഭിനയിക്കാൻ അറിയുന്ന ആളുകളുടെ ഭാഗത്തുനിന്ന് പോലും ചില സാഹചര്യത്തിൽ നാച്ചുറലായിട്ട് പറയുന്നതിന് പകരം അസ്വാഭാവികമായിട്ട് കുറച്ച് ഡ്രമാറ്റിക് ആയിട്ട് പറയുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പൊ അതൊരു നെഗറ്റീവായിട്ട് എനിക്ക് ആക്ച്വലി തോന്നി. അത് എന്തുകൊണ്ടാണെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. എന്താണ് അങ്ങനെ ഡെലിവറി ചെയ്യിപ്പിച്ചെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. ഇപ്പൊ നിശാന്ത് സാഗറിന്റെ ഒരു സീനൊക്കെ ഉണ്ട്, കാറിന്റെ അകത്ത് വെച്ചിട്ട് ഒരു സീനൊക്കെ ആക്ച്വലി ഉണ്ട്. അയ്യോ, അവരുടെ പേരെന്താണ്, ആ നടുടെ പേരെന്താണ്, ആൻ, അവരുടെ കൂടെ ഉള്ള ഒരു സീനൊക്കെ ഉണ്ട്. അതിൻ്റെ അകത്ത് പുള്ളിയുടെ ഒരു സാധനം, പുള്ളിയുടെ ഒരു ഇമോഷൻ പുള്ളി പ്രകടിപ്പിക്കുന്ന ഒരു സാധനം ആക്ച്വലി ഉണ്ട്. അത് ലൈക്ക് അത് പുള്ളി മോശം ആക്ടർ ഒന്നുമല്ല, നല്ല ആക്ടർ. പക്ഷെ ആ ഒരു പർട്ടിക്കുലർ സീനിൽ എനിക്കെന്തോ ഒരു ഡ്രമാറ്റിക് ആയിട്ടൊക്കെ ആക്ച്വലി തോന്നി. ഞാൻ പറഞ്ഞല്ലോ, അഭിനയിക്കാൻ അറിയാത്ത ആൾക്കാരൊന്നുമല്ല, പക്ഷെ ചില സാഹചര്യത്തിൽ എന്തോ ഈ അഭിനയിക്കാൻ അറിയുന്ന ആൾക്കാരുടെ ഭാഗത്തുനിന്ന് ചില ഒരു ഡ്രമാറ്റിക് ആയിട്ട് പറയുന്ന പോലെ ഒരു ഫീലിംഗ് ആണ് എനിക്ക് ഉണ്ടായത്. പിന്നെ ഹരിശ്രീ അശോകൻ ചേട്ടൻ മോനെ കിടിലൻ ക്യാരക്ടർ. അത് ഈ പറയുന്ന ഇന്ന രാഷ്ട്രീയം എന്നൊന്നും അല്ലാട്ടെ ഞാൻ പറയുന്നത്, എല്ലാ രാഷ്ട്രീയത്തിലും, അത് ഏത് പാർട്ടി ആയിക്കോട്ടെ, അത് ഇതായിക്കോട്ടെ, BJP ആയിക്കോട്ടെ, LDF ആയിക്കോട്ടെ, UDF ആയിക്കോട്ടെ, എല്ലാ പാർട്ടിയിലും ഈ സൈഡിൽ കൂടെ ഒരു
ഒരു ഇതുള്ള, ഈ സിനിമയിൽ കാണിച്ച പോലെ ഒന്നും പറയാൻ എനിക്ക് അറിയില്ല. പക്ഷെ ഇതായിട്ട് കൂടെ ഒരു എന്താണ്, ഒരു ചരട് വലിയും അല്ലെങ്കിൽ ഈ വാരവെപ്പും അങ്ങനെയൊക്കെ ഉള്ളൊരു ചിന്താഗതിയുള്ള ആൾക്കാരൊക്കെ എല്ലാ പാർട്ടിക്കകത്തും ഉണ്ടാവുമല്ലോ. അപ്പൊ ഹരീഷ് അശോകന്റെ ക്യാരക്ടറൊക്കെ അങ്ങനെ ഒരു കൈൻഡ് ഓഫ് സംഗതിയൊക്കെയാണ്. അതൊരു ക്യാരക്ടർ നന്നായി ചെയ്തിട്ടുണ്ട്. പിന്നെ വിഷ്ണു അഗസ്ത്യ എന്നല്ലേ പുള്ളിയുടെ പേര്, അതെ, പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ കരണടിച്ച് പൊട്ടിക്കാനാണ് എനിക്ക് തോന്നിയത്. എനിക്ക് പൊതുവെ ഇവിടെയുള്ള ഈ എന്താണ് മാധ്യമ പ്രവർത്തകരോട് വലിയ താല്പര്യമില്ല. ചില സാഹചര്യത്തിൽ അടിപൊളിയാണ്, മാധ്യമ പ്രവർത്തകർ ഇല്ല പറയുന്നില്ല. പക്ഷെ ചില സമയത്ത് ഈ കയറിറണതിന് മുമ്പ് കയറെടുക്കുന്ന കുറെ ടീമുകൾ ആക്ച്വലി ഉണ്ട്. അത് ഈ ഒഫീഷ്യൽ ആയിട്ടുള്ള ചാനൽസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റേ തൊലിഞ്ഞ ടീംസ് ഒക്കെ ഉണ്ടല്ലോ, ഈ ക്യാമറയും പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്ന ഒരു ചാനലും തുടങ്ങി വെച്ചുകൊണ്ടിരിക്കുന്ന കുറെ ഊളകൾ ആക്ച്വലി ഉണ്ട്. അപ്പൊ എനിക്ക് അവരെയൊക്കെയാണ് ഓർമ്മ വന്നത്. ആൾക്കാരെ നശിപ്പിക്കുക ഒരു കണ്ടന്റിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇതിനു വേണ്ടി നശിപ്പിക്കുക. അതിനെ ഈ എന്താണ് പറയുക, ഈ സിനിമയെ കാണിച്ച പോലെ ഈ കോർപ്പറേറ്റ്സ് വരക്കെടുക്കുക, അതിനെ കുറിച്ച് എനിക്ക് അറിയില്ല. പക്ഷെ ആ ക്യാരക്ടർ വൈസ് ആസ് എ സിനിമ വിഷ്ണു അഗസ്ത്യ ചെയ്ത ക്യാരക്ടറിനോട് വല്ലാത്തൊരു വെറുപ്പ് തോന്നി. അത് ദാറ്റ് മീൻസ് ആൾ നന്നായി ചെയ്തിട്ടുണ്ട്. പിന്നെ ഷറഫുദ്ദീന്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഗംഭീര നടനാണ് കേട്ടോ ഷറഫുദ്ദീനൊക്കെ. ഇപ്പൊ മറ്റേ അഞ്ചാം പാതിരയിലൊക്കെ ആണെന്നുണ്ടെങ്കിലും മൂപ്പര് ചെയ്ത പടങ്ങളിലൊക്കെ മൂപ്പര് നല്ല പ്രകടനമാണ് ആക്ച്വലി കാഴ്ചവെച്ചിരിക്കുന്നത്. ഇപ്പൊ ഇതിന്റെ അകത്താണെന്നുണ്ടെങ്കിൽ നല്ല ക്യാരക്ടറോ നല്ല സ്റ്റൈലൊക്കെ ആക്ച്വലി ഉണ്ട് പുള്ളി ചെയ്തു വെച്ച സാധനത്തിൽ. പുള്ളി ഒരു കോർപ്പറേറ്റ് ആയിട്ടൊക്കെ വരുന്ന ഒരു സാധനമൊക്കെയാണ്. പുള്ളിയുടെ കുറെ സ്ലോ മോഷൻ പരിപാടി, ഇങ്ങനെ സ്ലോ മോഷൻ വരുന്നു, കോട്ടിട്ട് നടക്കുന്നു, ഈ പരിപാടിയൊക്കെയാണ്. രസമുണ്ടായിരുന്നു കാണാൻ. പക്ഷെ പുള്ളിക്കൊന്നും കാര്യമായിട്ട് ചെയ്യാനില്ല. ചെയ്തത് ഓക്കെ. ഇപ്പൊ അത് മറ്റേ ഈ അഞ്ചാം പാതിരിൽ പുള്ളിയുടെ ഒരു ഡയലോഗ് ഡെലിവറി ഉണ്ട്, ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ ഒരു കൈൻഡ് ഓഫ് ഡയലോഗ് ഡെലിവറി ഇല്ല, ഒരു നെഗറ്റീവ് ഷെയ്ഡിലുള്ള ഒരു സാധനമാണ് ചെയ്തിട്ടുണ്ട്, പുള്ളി ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ ക്യാരക്ടർ ഭീകരമായിട്ട് ചെയ്യുക അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് പ്രകടിപ്പിക്കാനുള്ള ഒരു സെറ്റപ്പ് ഒന്നും ആക്ച്വലി ഉണ്ടായിരുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഇതിൽ അഭിനയിക്കുന്ന ആൾക്കാരൊക്കെ അത്യാവശ്യം നന്നായി ചെയ്തിട്ടുണ്ട്. ആർക്കും വലിയ പരാതിയൊന്നുമില്ല. എല്ലാവരും കൊടുത്ത സാധനം സ്ക്രിപ്റ്റിനനുസരിച്ചിട്ട് ഡെലിവറി ചെയ്തു. സായി കുമാർ സാർ ആയിക്കോട്ടെ, കൊടുത്ത സാധനം നന്നായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. എവരി വൺ എല്ലാവരും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ ആർക്കും ഭയാനകമായിട്ട് പ്രകടനം കാഴ്ചവെക്കാനുള്ള സംഗതികൾ ഇതിന്റെ അകത്ത് ആക്ച്വലി ഉണ്ടായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ്. കൊടുത്തത് ചെയ്തു. ആക്ടേഴ്സിനെ ഒന്നും കുറ്റം പറയാനില്ല. ഈവൻ വി ഉണ്ണികൃഷ്ണനെ ഞാനൊന്നും പറയുന്നില്ല. കാരണം എനിക്ക് ബോറടിച്ചിട്ടില്ല പടം ബോറടിച്ചിട്ടില്ല. ഞാൻ കണ്ടിരുന്നു സുഖമായിട്ട്, ഞാൻ അങ്ങനെ കണ്ടിരുന്നു ഒരു സിനിമ കാണുന്നുള്ള രീതിയിൽ. പക്ഷെ എനിക്ക് ഇതിന്റെ അകത്ത് ഭയങ്കര പുതിയതായിട്ട് അല്ലെങ്കിൽ എഡ്ജ് ഓഫ് ദ സീറ്റ് അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ഞാൻ ആഗ്രഹിക്കുന്ന ലെവൽ അല്ലെങ്കിൽ എൻ്റെ ഒരു ഫേവറേറ്റ് ജോണർ ആണല്ലോ. അപ്പോ എൻ്റെ ഒരു സ്വാതന്ത്ര്യമാണത് എങ്ങനെ സിനിമയെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളത്. അപ്പൊ ആ ഒരു സ്വാതന്ത്ര്യത്തിൽ ആ ഒരു ആഗ്രഹത്തോടു കൂടി അപ്രോച്ച് ചെയ്തപ്പോൾ ആ ഒരു ആഗ്രഹത്തിനനുസരിച്ചിട്ടുള്ള ലെവലിലേക്ക് കിട്ടിയില്ല എന്നുള്ളൊരു വിഷമം ആക്ച്വലി ഉണ്ട് എന്നുള്ളതാണ്. വേണമെങ്കിൽ ഇതിന്റെ ഒരു ലെങ്ത് കുറയ്ക്കാം. മേ ബി ഇതിന്റെ ഒരു ലെങ്ത് കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ കുറയും കൂടി നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഇത്ര ലെങ്ത്തിന്റെ ആവശ്യകത ഉണ്ടോ എന്ന് ചിന്തായനീയമാണ്. അപ്പൊ ഇത്രേ പറയാനുള്ളൂ. പ്രതിച്ഛായയെ കുറിച്ചിട്ട് ഒരു വൺ ടൈം വാച്ചബിൾ ഫിലിം ആയിട്ടാണ് എനിക്ക് തോന്നിയത്. തല്ലിപ്പൊളി മോശം എന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. വൺ ടൈം വാച്ചബിൾ ആണ്. സീനില്ല. ജസ്റ്റ് ട്രൈ ടു ഗോ ആൻഡ് വാച്ച് ദിസ് മൂവി ഇൻ തിയേറ്റേഴ്സ്. ഇത്രേ പറയാനുള്ളത്. കൊള്ളാം, കുഴപ്പമില്ലാത്തൊരു ഡീസന്റ് ആയിട്ടുള്ള വാച്ച്. അതിഗംഭീരം എന്നൊന്നുമില്ല, എക്സ്പെക്ട് ചെയ്തനുസരിച്ചിട്ടൊന്നുമില്ല, പക്ഷെ നൈസ് വൺ.